ഇനി നമുക്ക് റവയും മാങ്ങാപ്പഴവും ഉപയോഗിച്ച് ഒരു നല്ല കേക്ക് എങ്ങനെയാണ് ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം റവയും പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്, റോസ്റ്റ് ചെയ്തിരിക്കുന്ന റവ, വറുത്ത റവ. പിന്നെ കൂടെ 1/2 കപ്പ് ഷുഗറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫൈൻ പൗഡറായിട്ട് പൊടിയേണ്ട കാര്യമില്ല, അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇതിപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് മാങ്ങാപ്പഴമാണ്. ഞാനിവിടെ 1 കപ്പ് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല അരച്ച് പേസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള 1/3 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മാങ്ങാപ്പഴത്തിൻ്റെ കൂടെ തന്നെ ആ ഓയിലും ചേർത്ത് അരയ്ക്കുമ്പോൾ അത് ഓയിൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ അത് ബാക്കി മിക്സിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനിവിടെ മാങ്ങാപ്പഴം ഈ എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് അങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പാലാണ്, അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടിപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. നമുക്കിനി ഇത് അടച്ച് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേറെ നമ്മൾ എക്സ്ട്രാ ഇനി ഒരു പാലോ എണ്ണയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ കറക്റ്റാണ്. ഈ ഒരു പരുവത്തിലിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതേപോലെ തന്നെ കാഷ്യൂ നട്ട് തന്നെ ആഡ് ചെയ്യണം നിർബന്ധമില്ല. എന്ത് വേണം, നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റുവാണ്. കേക്ക് ടിന്നിലേക്ക് തന്നെ വേണമെന്നില്ല, ഒരു സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പ്രഷർ കുക്കറിലാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് പ്രഷർ കുക്കറിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്താഷിയോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം 45 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ അടപ്പിൽ വെയിറ്റ് ഇടാതെ വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് ഓരോരുത്തരുടെയും സ്റ്റവിനനുസരിച്ച് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇരിക്കും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ 45 മിനിറ്റാണ് കൃത്യം എടുത്തത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് സ്ക്യൂറോ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. കേക്ക് ഇപ്പോൾ തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡ് ഒന്ന് കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് വെടിയിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.